അല്ല നമ്മളെ സമയത്ത് നമ്മൾ വില്ലേജ് ഓഫീസർമാർക്ക് 2 ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. കറക്റ്റ് ഞാൻ നമ്മൾ ഇന്ന് കാലത്ത് 2 വില്ലേജ് ഓഫീസർമാരെ വിളിച്ച് ഞാൻ പറഞ്ഞതാണ് ക്യാമ്പ് നമുക്ക് തുടങ്ങുന്നത് സെന്ററിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി കാത്തിരിക്കുക. ഒരു വലിയ അങ്ങോട്ട് എവിടെ പോവുക നമ്മുടെ തീരുമാനം രാവിലെ ഡെപ്യൂട്ടി തഹസിൽദാര് സുരേഷ് വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ച അടിസ്ഥാനത്തിൽ കൗൺസിൽ ഞങ്ങൾ പറഞ്ഞു 75 വില്ലേജിന്റെ ചുമതല AV ഹയർ സെക്കൻഡറിയിലും നഗരത്തിന്റെ പൊന്നാനി MVS ഹയർ സെക്കൻഡറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മുടെ ആളുകളുടെ പ്രവീൺ എവിടെ എന്നിട്ട് എവിടെ ഈ ദുരന്ത നിവാരണ രംഗത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവതരിച്ചത് നമ്മളെ ചെയ്യേണ്ടത് എത്ര പോസിറ്റീവായിട്ട് പ്രതികരിച്ച് ഞങ്ങൾ നമ്മളോട് നിർദ്ദേശം കൊടുത്തിട്ട് സബ് കളക്ടർ സ്ഥലത്തെത്തുന്ന പറഞ്ഞത് നിങ്ങളാ പ്രവീൺ സാർ ആളെ വിളിക്കും. ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച അതിതീവ്ര മഴ നമ്മുടെ നാടിനെ വെള്ളത്തിലാഴ്ത്തുകയും ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ദുരിത മുഖത്ത് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയെന്നാണ് തഹസിൽദാർ നമ്മളെ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കാലത്ത് 7 മണി മുതൽ നമ്മൾ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുകയും അതിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനം അവരെ ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ക്യാമ്പുകളിൽ ഇവർ പറഞ്ഞ 2 ക്യാമ്പ് ഇന്ന് ഞങ്ങളുടെ കൗൺസിൽ യോഗ നടപടികൾ പോലും നിർത്തിവെച്ചാണ് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ളത്. ആളുകളെ വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൗൺസിലർമാർ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ നടത്തുന്നത്. ഇപ്പോൾ യഥാർത്ഥ ക്യാമ്പിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമ്പുകൾ ആ പ്രദേശത്തെ റവന്യൂ അധികാരികൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇത് നാടിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ ഒക്കെ ഓഫീസിന് ഫാനിൽ ചൂട്ടിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും പ്രത്യേക കൗൺസിൽ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ എത്തിയത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട യാതൊരു ഉദ്യോഗസ്ഥരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സബ് കളക്ടർ സ്ഥലത്തെത്തുമെന്നാണ് അദ്ദേഹം നമ്മളായിട്ട് അറിയിച്ചിട്ടുള്ളത്.